പി വി അൻവറിനെതിരെ ആഞ്ഞടിച്ച മുതിർന്ന CPM നേതാവ് TK ഹംസ രംഗത്ത് വന്നു. പി വി അൻവർ CPM-നോട് ചെയ്ത ക്രൂരമായ നിലപാട് സ്വതന്ത്രന്മാരെ എടുക്കുമ്പോൾ ഇനി പരിശോധിക്കുമെന്നും TK ഹംസ 24-നോട് പറഞ്ഞു. ഒരു പാഠം പഠിച്ചു തോന്നുന്നു. UDF-ന് ബാധ്യതയായതുകൊണ്ടാണ് അവർ പി വി അൻവറിനെ മുന്നണിയിൽ ഇതുവരെ എടുക്കാത്തതെന്നും TK ഹംസ പരിഹസിച്ചു. CPM-ന്റെ മുതിർന്ന നേതാവ് TK ഹംസ 24-നൊപ്പം ചേരുകയാണ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്താണ് UDF-ന്റെ സ്ഥാനാർത്ഥി. അപ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. എങ്ങനെയൊക്കെയാണ് അതിനെ കാണുന്നത്? അത് മത്സരിക്കുന്നവർക്കൊക്കെ ആ വിശ്വാസം ഉണ്ടാവും. അതിനെ ആത്മവിശ്വാസം എന്ന് തന്നെയാണ് പറയുക. അതുകൊണ്ട് കാര്യം നടന്നോളന്നില്ലല്ലോ. കോൺഗ്രസ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അന്യോന്യം കാലുവാരിയും തർക്കിച്ചും തമ്മിലടിച്ചുമാണ് നടക്കുന്നത്. അവർക്ക് അത് യോജിപ്പിച്ചെടുക്കാനും ഐക്യത്തിൽ നിൽക്കാനും കഴിയണില്ല. അവർ നന്നാവട്ടെ എന്നാണ് ഞങ്ങളുടെ വിചാരം. കാരണം ഇന്ത്യ മുന്നണി BJP-നെ എതിർക്കാൻ ശക്തിപ്പെടണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ CPM-ന്റെ ഒരു മുതിർന്ന നേതാവ് തന്നെ ആയിരിക്കുമോ മത്സര രംഗത്തുണ്ടാവുക? നാളെ ഒരു ചിത്രം തെളിയും എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒന്നും പറയുക. സ്ഥാനാർത്ഥിത്വത്തെ പറ്റി പറയാൻ ഞങ്ങളിൽ ഒരാൾക്കും അധികാരമില്ല. അതിൻ്റെ തീരുമാനം അവിടെ ആയിട്ടുണ്ട്. അത് കേന്ദ്രത്തിൽ നിന്നുള്ള പ്രഖ്യാപനം വരും. അതല്ലാതെ ഓരോരുത്തരും ഇഷ്ടം പോലെ പറയുന്ന പാർട്ടി ഞങ്ങളെ പാർട്ടിയല്ല. UDF-നെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ന് പി വി അൻവറിൻ്റെ വിഷയത്തിലടക്കം ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞങ്ങളതിനെ മുമ്പേ കാണുന്നുണ്ട്. പ്രതിസന്ധിയൊന്നും ഇല്ലാതെ അവർ ഏറ്റെടുക്കുകയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. കാരണം ഒരു വഞ്ചനയുടെ പ്രതിനിധി അപ്പുറത്തുണ്ടായാൽ 1982 ആവർത്തിക്കും. കോൺഗ്രസിൽ ദീർഘകാലം പ്രവർത്തിച്ച് പല സ്ഥാനം നേടിയ ആര്യാടൻ മുഹമ്മദ് ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ട് അവസാനിച്ചപ്പോൾ കാലുവാരി അപ്പുറം പോയി. ഇടതുപക്ഷത്തിൻ്റെ കൂടെ കൂടി ഗവൺമെൻറ് ഉണ്ടാക്കി. ആ ഗവൺമെൻറ് നിലനിൽക്കുമ്പോൾ ഒരു കൊല്ലത്തിനിടയ്ക്ക് ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നു. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇടതുപക്ഷ മുന്നണിയെ കാലുവാരി ആര്യാടൻ തിരിച്ചു വന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ നിന്ന് 19,000 വോട്ടിന് ജയിച്ചതായിരുന്നു ആര്യാടൻ. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 1700 വോട്ടിന് ഞാൻ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. അതെന്താണ്? വഞ്ചനയ്ക്ക് ജനങ്ങൾ കൂട്ടുനിൽക്കില്ല. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു TK ഹംസ. അർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം. അശ്വതി കമന്റ് ബോക്സിൽ പറഞ്ഞൊരു കാര്യം, ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞാൻ എപ്പോഴും മോർണിംഗിൽ 24 ആണ് കാണുന്നത്. ശരി മോളെ, അശ്വതി കുട്ടി കണ്ടോളൂ.